നമസ്തേ. നമ്മുടെ ശരീരഭാരം കുറക്കാം, കൂടെ നമ്മുടെ വയറ് കുറക്കാം, ഡയബറ്റിക്കിന് നല്ലതാണ്. ഞാനൊരു യോഗ പോസ്റ്റർ 2 ആംഗിളിൽ ചെയ്യുകയാണ്. നൗകാസന എന്നാണ് ഇതിന് ബോട്ട് എന്ന് പറയും. ബോട്ട് ഷേപ്പിലേക്ക് നൗകാസന. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. യോഗ മാറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കാം. കൈകൾ തൈ പോർഷനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അല്പം ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് കാലും കൈയും ഉയർത്തുക. ഇതുപോലെ ഉയർത്തി നിന്നിട്ട് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ഒരു 20 സെക്കൻഡ്സ് ഈ പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം. പതുക്കെ റിലീസ് ചെയ്യും. ഇങ്ങനെ ഒരു 5 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ഉയർന്ന നവാസന, കുറച്ചും കൂടി കാലും കൈയും ഉയർത്തി നിൽക്കാം. അതേപോലെ ഇതുപോലെ അല്പം കൂടി ഉയർത്തി നിൽക്കാം. 20 സെക്കൻഡ്സ് ഇതുപോലെ നോർമൽ ബ്രീത്തോടു കൂടി ഈ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കാം. പതുക്കെ റിലീസ് ചെയ്യാം. അപ്പൊ ഈ 2 ആംഗിളിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അബ്ഡോമിലുള്ള മസിൽസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വരികയും അവിടുത്തെ ഫാറ്റുകൾ ബേൺ ചെയ്യുകയും അതുമൂലം നമ്മുടെ ശരീരഭാരം കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് വയറ് കുറക്കാൻ സാധിക്കും. വയറ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കട്ടിൽ ബെഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. 2 കൈ അപ്പം പോകാം. റിലീസ് ചെയ്യാം. 5 റൗണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അല്പം കൂടി ഉയർന്നു നിൽക്കാം. റിലീസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ അബ്ഡോമിനൽ പോർഷനിൽ ഒരു ടൈറ്റ്, ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അവിടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവിടുത്തെ ഫാറ്റുകൾ ബേൺ ചെയ്യാൻ സാധിക്കും. അബ്ഡോമിനൽ പോർഷൻ ആകുമ്പോൾ നമ്മുടെ പാൻക്രിയാസിൻ്റെ പൊസിഷനാണത്. അവിടെ വരുന്ന കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡയബറ്റിക് ആയിട്ട് പാൻക്രിയാസ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. അതുമൂലം ഡയബറ്റിക്കിന് ഇത് വളരെ നല്ലതാണ്. വയറ് കുറക്കാനായിട്ട് വളരെ നല്ലതാണ്. ശരീരഭാരം കുറക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടർ വീഡിയോയിൽ ഇതുപോലെയുള്ള ഇതുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.